അടിച്ചമർത്തപ്പെട്ടവന്റെ സ്വരങ്ങളെ തെയ്യത്തിന്റെ വെളിപാടായി നാടിനെ കേൾപ്പിച്ചു. കണ്ണൂരിൽ മേലത്തുവീട്ടിൽ രാഘവൻ നമ്പ്യാർ എന്ന MVR. അത് ഇതിഹാസ സമാനമായ ചെറുത്തുനിൽപ്പായി. പാപ്പിനിശ്ശേരിയിലെ നെയ്ത്തു തൊഴിലാളികൾക്കിടയിലേക്ക് കയറി നിന്നു പണ്ട കൗമാരക്കാരൻ. കല്ലുവെട്ടുവെട്ടുന്നവരുടെയും ചുമട്ടുകാരുടെയും കുടിയാന്മാരുടെയും രോദനങ്ങൾ കേട്ടു. അനീതിക്കെതിരായ പോരാട്ടമായി MVR ഉയർന്നു. സോവിയറ്റ് യൂണിയന്റെ പ്രതിസന്ധി കേരളത്തിലുണ്ടാക്കിയ ഇളക്കങ്ങൾ ബദൽ രേഖയായി. കൂടെ നിന്നവർ കൂറുമാറിയപ്പോഴും പതറാതെ പുതിയ പോർമുഖം തുറന്നു. അവസാന ശ്വാസം വരെ തലകുനിക്കാതെ പൊരുതി. നാടിന്റെ ഭാവിക്കായി MVR സ്വപ്നങ്ങൾ നെയ്തു. പാപ്പിനിശ്ശേരിയിൽ ഹൈസ്കൂൾ, നെയ്ത്തുകാർക്കായി പാപ്പിനിശ്ശേരി കൈത്തറി സഹകരണ സംഘം, സർവീസ് ബാങ്ക്, അർബൻ ബാങ്ക്, വനിതാ സംഘം, വിഷചികിത്സാ സംഘം, AKG സഹകരണ ആശുപത്രി. പിന്നെ സഹകരണ മേഖലയിൽ രാജ്യത്താദ്യമായി മെഡിക്കൽ കോളേജ്. തീരുന്നില്ല. സംസ്ഥാനത്തെ ചെറുതുറമുഖങ്ങളെ ശക്തമാക്കിയ MVR വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശില്പിയായി. സഹകരണത്തിന്റെയും സ്വാശ്രയത്തിന്റെയും മന്ത്രങ്ങൾ നാടിന് നൽകി. എതിർത്തുനിന്ന പോരാളിയുടെ കരുത്തറിഞ്ഞ K. കരുണാകരനാണ് നിർണായക ഘട്ടത്തിൽ MVRനെ ചേർത്തുപിടിച്ചത്. നവംബർ 9 വൈകുന്നേരം 4 മണിക്ക് ഓർമ്മദിനത്തിലെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തുന്നു ലീഡറുടെ മകൻ K. മുരളീധരൻ. കാലിക്കറ്റ് സിറ്റി സഹകരണ സൊസൈറ്റി ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ മൂർച്ചയേറിയ ഫലിതങ്ങളിലൂടെ MVRനൊപ്പം നിന്ന CD ഹാജിയുടെ മകൻ PK ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നു. MVR ജ്വലിക്കുകയാണ് ഇന്നും ഓർമ്മയിൽ.